CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മാധ്യമങ്ങളെ കാണും. പിന്നെ നിങ്ങൾ ഈ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോളൂ, ഇതൊക്കെ അത്തരത്തിലുള്ള ഒരറിവുള്ള കാര്യങ്ങൾ എപ്പോഴും നിങ്ങൾ ആര് ചോദിച്ചാലും അത് കൃത്യമായിട്ട് ഞങ്ങൾ അതിനെ സംബന്ധിച്ച് വിശദീകരണം നൽകാറുണ്ട്. അറിവില്ലാത്ത കാര്യങ്ങൾ ചോദിച്ചാൽ അത് സംബന്ധിച്ച് ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല, എനിക്കും കഴിയില്ല, പാർട്ടി സഖാക്കൾക്കും കഴിയില്ല. പിന്നെ ഒരു കാര്യം കൂടി, ഇതെല്ലാം ഇങ്ങനെ എന്തെങ്കിലും ഒരു കോലാഹലം ഉണ്ടാക്കി അതിൻ്റെ ഭാഗമായി മുഹമ്മദ് റിയാസിനെ, മന്ത്രി പാർട്ടി നേതൃത്വത്തിൻ്റെ ഭാഗമായ മുഹമ്മദ് റിയാസിനെയും അതുവഴി പാർട്ടിയെയും ഗവൺമെൻറ്റിനെയും എല്ലാം ഒന്ന് കരിവാരി തേക്കാം എന്നുദ്ദേശിക്കുന്ന കുറച്ച് മാധ്യമങ്ങളും അതുപോലെ രാഷ്ട്രീയ എതിരാളികളൊക്കെ ഉണ്ടാവും. അതൊന്നും നടക്കില്ല. അതിനെയൊക്കെ ശക്തമായി ഞങ്ങൾ പ്രതിരോധിക്കും. മാത്രമല്ല, കൂട്ടത്തിൽ ഞാൻ പറയാം, ഞങ്ങൾക്ക് ഇത് സംബന്ധിച്ചൊരു അറിവുമില്ല. തെറ്റായ പ്രവണതകൾ അത് ഒരു കാരണവശാലും ഒരു പാർട്ടി പ്രവർത്തകന്റെ ഭാഗത്തും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അങ്ങനെ ഏതെങ്കിലും ഒന്ന് ശ്രദ്ധയിൽപ്പെട്ടാൽ ഞങ്ങൾ കർശനമായ നിലപാട് എല്ലാ കാലത്തും അതിനോട് സ്വീകരിച്ചിട്ടുണ്ട്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. പഴയ കാലത്തും പാർട്ടിയുടെ നിലപാട് അതാണ്, ഇപ്പോഴും അതാണ്, നാളെയും അതാണ് പാർട്ടിയുടെ നിലപാട്. നിങ്ങൾ ഈ ഉന്നയിച്ച കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരു അറിവുമില്ല. അറിവില്ലാത്ത കാര്യങ്ങൾ ചോദിച്ചിട്ട് ഒന്ന് അറിവില്ലാത്ത കാര്യങ്ങൾ വേറെ എന്ത് എന്റെ അറിവിലില്ല. വെറുതെ എന്തെങ്കിലും നിങ്ങൾ കോലാഹലം ഉണ്ടാക്കുക, ഞങ്ങൾ ഇങ്ങനെ കെട്ടിപ്പുറപ്പെട്ട് ഇതിന്റെ പിന്നാലെ നടക്കുന്ന കൂട്ടരാണോ? നിങ്ങൾക്ക് ആരോപണം ഉണ്ടോ? വ്യക്തമായിട്ട് തന്നേക്കൂ, എഴുതി തന്നേക്കൂ, ഞങ്ങൾ പരിശോധിക്കും. പോരെ? ശരി. കോഴിക്കോട് ജില്ലാ സെക്രട്ടറി CPM ജില്ലാ സെക്രട്ടറി P മോഹനന്റെ പ്രതികരണമാണ് കണ്ടത്. പ്രമോദ് കോട്ടൂളിയുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന വിവാദങ്ങളെ മുഴുവൻ പാർട്ടി തള്ളിക്കളയുകയാണ്. ഒരറിവുമില്ലാത്ത കാര്യമെന്നാണ് പാർട്ടി നേതൃത്വം പറയുന്നത്. പാർട്ടിക്ക് വിവാദത്തെപ്പറ്റി ഒരറിവുമില്ല. എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അപ്പോൾ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി ഉണ്ടാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, കോലാഹലമുണ്ടാക്കി റിയാസിനെയും പാർട്ടിയെയും സർക്കാരിനെയും കരിവാരി തേക്കാൻ നടത്തുന്ന നീക്കമാണ്. അതിനെ ശക്തമായി പ്രതിരോധിക്കുമെന്നും P മോഹൻ പറഞ്ഞിരിക്കുകയാണ്. മിഥില ബാലൻ വിവരങ്ങളുമായി ചേരുന്നു. മിഥില, എന്തൊക്കെയാണ് ജില്ലാ സെക്രട്ടറി പറഞ്ഞത്? വേണു, ഇത്തരം ഒരു പരാതിയോ അല്ലെങ്കിൽ ഇത്തരം കാര്യമോ അറിയാത്ത ഒരു കാര്യത്തെ പറ്റി താൻ എന്തു പറയും എന്ന ഒരു പ്രതികരണമാണ് ഇപ്പോൾ P മോഹന്റെ ഭാഗത്തും ഉണ്ടായത്. മാധ്യമങ്ങൾ ഇപ്പോൾ കാണിക്കുന്ന കോലാഹലങ്ങൾക്കപ്പുറം ഇതിനപ്പുറം ഒന്നും തനിക്കറിയില്ല എന്ന് CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹൻ പറയുന്നു. മാത്രമല്ല, പാർട്ടിയിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രവണത ഉണ്ടാവുകയാണെങ്കിൽ തന്നെ ശക്തമായ നടപടി പാർട്ടി എടുക്കാറുണ്ട്. പക്ഷേ ഈ ഒരു സംഭവത്തിൽ നമ്മൾ എടുത്തു ചോദിച്ച ഇത്തരത്തിൽ ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിലൊരു നടപടി പ്രമോദ് കോട്ടൂളിക്കെതിരെ ഉണ്ടാകുമോ എന്ന ഒരു ചോദ്യം നമ്മൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഏതെങ്കിലും തെളിവ് നിങ്ങളുടെ കയ്യിലുണ്ടോ? നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ തെളിവ് പാർട്ടിക്ക് നൽകൂ എന്ന ഒരു മറു ചോദ്യമാണ് P മോഹന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഇത്തരത്തിലുള്ള ഒരു പരാതിയും പാർട്ടിക്ക് ലഭിച്ചിട്ടില്ല എന്ന്, അല്ലെങ്കിൽ തനിക്ക് ഇതിനെപ്പറ്റി യാതൊന്നും അറിയില്ല എന്ന് P മോഹനൻ വ്യക്തമാക്കുന്നു. ഈ അധ്യായം അടഞ്ഞു എന്ന് തന്നെയാണോ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും വേണു, P മോഹന്റെ വാക്കുകളിൽ നിന്നും നമുക്ക് വ്യക്തമാവുന്നത് ഇത്തരം ഒരു ചർച്ചയും ഇവിടെ നടന്നിട്ടില്ല. പരാതി ലഭിച്ചാലല്ലേ ചർച്ച നടത്തേണ്ട ഒരു കാര്യം എന്ന ഒരു ചോദ്യമാണ് P മോഹനൻ ചോദിക്കുന്നത്. ഇത്തരത്തിൽ, അതായത് ഈ നമ്മൾ അടുത്തടുത്ത് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, ഇത്തരം ആരോപണം ഉണ്ടല്ലോ, അത് പാർട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള അറിയിപ്പ് ലഭിച്ചിട്ടുണ്ടോ, പരാതി ലഭിച്ചിട്ടുണ്ടോ എന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം അതിനെല്ലാം മറുപടി പറഞ്ഞത് തനിക്ക് അറിയില്ല, എന്തെങ്കിലും അറിയിപ്പ് ലഭിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും പരാതി ലഭിച്ചാലല്ലേ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിയോ അന്വേഷണമുള്ളൂ. മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന കോലാഹലങ്ങൾക്കപ്പുറം മറ്റൊന്നും തന്നെ ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. മാത്രമല്ല, മന്ത്രി PM മുഹമ്മദ് റിയാസിനെ കരിവാരിത്തേക്കാനുള്ള ഒരു ശ്രമമാണ് ഇത്തരം സംഭവങ്ങൾക്ക് പിന്നിലെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. നിലവിൽ ഈ ഒരു അവൈലബിൾ സെക്രട്ടേറിയറ്റിൽ ഈ ഒരു വിഷയം ചർച്ച ചെയ്തിട്ടില്ല എന്ന് P മോഹനൻ വ്യക്തമാക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള പരാതി ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടില്ല. പാർട്ടിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ നേതൃത്വത്തിന് ഒരറിവും ഇതുമായി ബന്ധപ്പെട്ട് ഇല്ല. ആരോപണങ്ങൾ ഉയരുന്നുണ്ടല്ലോ എന്ന ചോദ്യത്തിന് മാധ്യമങ്ങൾ ഈ കാണിക്കുന്ന കോലാഹലം എന്നതിനപ്പുറം തങ്ങൾക്ക് ആരോപണങ്ങൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പരാതി കിട്ടിയിട്ടില്ല. എന്തെങ്കിലും തെളിവ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് തരൂ എന്ന ഒരു കാര്യമാണ് P മോഹനൻ പറഞ്ഞത്. മിഥില, ഇപ്പോ പരാതിക്കാരടക്കം രംഗത്ത് വരില്ല എന്ന ഉറപ്പിന്റെ ഭാഗമായി തന്നെ പൂർണ്ണമായും ഈ വിവാദം അവസാനിപ്പിക്കാനുള്ള നീക്കം CPM നടത്തിയിരിക്കുന്നു എന്നാണോ വിലയിരുത്തേണ്ടത്?
തീർച്ചയായും അത്തരമൊരു ആരോപണം കഴിഞ്ഞ ദിവസം തന്നെ പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഒരു കേസ് അല്ലെങ്കിൽ ഈ ഒരു സംഭവം ഒതുക്കി തീർക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നു എന്ന ഒരു ആരോപണം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം അതിനവർ ആവശ്യപ്പെടുന്ന ഒരു കാര്യം ഇത് പാർട്ടിയിലല്ല, മറിച്ച് ഈ ഒരു വിഷയത്തിൽ ഒരു കോഴ ആരോപണമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു പോലീസ് അന്വേഷണം വേണം എന്ന ഒരാവശ്യമായിരുന്നു കോഴിക്കോട് DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടത്. അവർ ഉന്നയിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്നത് ഇത് ഇപ്പോൾ വേണു ചോദിച്ചതുപോലെ തന്നെ ഇത് ഒതുക്കി തീർക്കാനുള്ള അല്ലെങ്കിൽ ഇത് പുറത്ത് വരാതെ ഒതുക്കി തീർക്കാനുള്ള ഒരു ശ്രമം പാർട്ടിയുടെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ടോ എന്ന ഒരു സംശയം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. അത്തരത്തിൽ തന്നെയുള്ള ഒരു സംശയം അല്ലെങ്കിൽ അത് തന്നെ നടക്കാനുള്ള ഒരു സാധ്യതയാണ് ഇവിടെയുള്ളത്. പി മോഹന്റെ വാക്കുകളിൽ നിന്നും ആ ഒരു സൂചനയും നമുക്ക് ലഭിക്കുന്നുണ്ട്. കാരണം യാതൊരു പരാതിയും ലഭിച്ചിട്ടില്ല, യാതൊരു അറിയിപ്പും ജില്ലാ നേതൃത്വം ലഭിച്ചിട്ടില്ല. യാതൊരു പരാതിയും അറിയിപ്പും ലഭിക്കാത്ത ഒരു കാര്യത്തിന് മാധ്യമങ്ങൾ കാണിക്കുന്ന ഈ കോലാഹലങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലൊരു നടപടി ഒരു പ്രവർത്തകനെതിരെ എടുക്കാൻ പറ്റുമോ എന്നാണ് പി മോഹനൻ ചോദിച്ചത്. മാത്രമല്ല പാർട്ടിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ കൃത്യമായ നടപടി പാർട്ടി എടുക്കാറുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. മിഥില, ഈ വിഷയത്തിൽ അന്വേഷണത്തിലേക്ക് പോവുകയാണെങ്കിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന കൂടുതൽ ആരോപണങ്ങൾ പുറത്തേക്ക് വരുമെന്നതടക്കം ഇപ്പോൾ ഈ ജാഗ്രതയോടെയുള്ള സമീപനത്തിന് കാരണമായിട്ടുണ്ടോ? തീർച്ചയായും വേണു, CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സംഭവം വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ നിയമസഭയിൽ ഈ ഒരു വിഷയം വന്നു. മുഹമ്മദ് റിയാസിന്റെ പേര്, മന്ത്രി PM മുഹമ്മദ് റിയാസിന്റെ പേര് ഇതിലേക്ക് വന്നു. ഈ 22 ലക്ഷം രൂപ കോഴ വാങ്ങി എന്ന് പറയുന്നത് ഇത്തരത്തിൽ PSU അംഗത്വം P മുഹമ്മദ് റിയാസിനോട് പറഞ്ഞ് ശരിയാക്കി തരാം എന്ന് പറഞ്ഞാണ് പ്രമോദ് കോട്ടൂളി വാങ്ങിയത് എന്ന ഒരു പരാതിയായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഈ പരാതിയിൽ ഉണ്ടായിരുന്ന ഒരു പേര് PM മുഹമ്മദ് റിയാസിന്റേതാണ്. അതുകൊണ്ട് തന്നെ PM മുഹമ്മദ് റിയാസിന്റെ പേര് ഈ ഒരു സംഭവത്തിൽ വന്ന സമയത്ത് തന്നെ പാർട്ടി വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധത്തിലായിട്ടുണ്ട്. ഇത് ഒതുക്കി തീർക്കാനുള്ള ശ്രമം, പ്രത്യേകിച്ച് ഈ പരാതിക്കാർ ഇത്തരത്തിൽ പരാതി നേതൃത്വത്തിന് നൽകിയെന്ന് പറയുമ്പോൾ തന്നെ അത്തരം ഒരു പരാതി കിട്ടിയിട്ടില്ല എന്നാണ് CPM ജില്ലാ സെക്രട്ടറി പറയുന്നത്. കൃത്യമായി തന്നെ ഈ ഒരു സംഭവം ഒതുക്കി തീർക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നു എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. മിഥില, ഈ വിഷയം തന്നെ ചർച്ച ചെയ്തില്ല എന്നാണോ പി മോഹനൻ പറഞ്ഞത്? അതെ, സെക്രട്ടേറിയറ്റിൽ ഈ ഒരു അവൈലബിൾ സെക്രട്ടേറിയറ്റിൽ ഈ ഒരു വിഷയം ചർച്ച ചെയ്തോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു മാധ്യമങ്ങൾ. എന്നാൽ അതിന് അദ്ദേഹം പറഞ്ഞ ഒരു മറുപടി ഇതാണ്: ഏതെങ്കിലും തരത്തിലുള്ള പരാതി ലഭിച്ചാലല്ലേ, അറിയിപ്പ് ലഭിച്ചാലല്ലേ ഇത്തരം ഒരു വിഷയം ചർച്ച ചെയ്യേണ്ടുള്ളൂ. അവിടെയും മാധ്യമങ്ങളെയാണ് അദ്ദേഹം പഴിചാരിയത്. മാധ്യമങ്ങൾ നടത്തുന്ന ഈ കോലാഹലങ്ങൾക്കപ്പുറം ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. PSC കോഴ എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങൾ കോലാഹലം കൂട്ടുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒന്നും തന്നെ ജില്ലാ നേതൃത്വത്തിന് പരാതി ലഭിച്ചിട്ടില്ല എന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുന്നുണ്ട്. വേണു, ശരി, മിഥിലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് പി മോഹനന്റെ പ്രതികരണം ഒരിക്കൽ കൂടി കാണാം. നിങ്ങൾ ഈ കോലാഹലം ഉണ്ടാക്കുന്ന പോലുള്ള സംബന്ധിച്ച ഒരറിവും ഞങ്ങൾക്കില്ല. എന്തോ PSC അംഗത്തെ നിയമിക്കാൻ പോകുന്നു. ആരും മാധ്യമങ്ങളും അതുപോലെ CPM-ന്റെയും ഗവൺമെന്റിന്റെയും രാഷ്ട്രീയ എതിരാളികളും കൂടി എന്തോ ഒരു PSC അംഗത്തിന്റെ നിയമനം നടത്താൻ പോകുന്നു എന്നൊക്കെ കേൾക്കുന്നു. അത്തരം ഒരു കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരറിവില്ല, എനിക്കൊരറിവില്ല, പാർട്ടി ജില്ലാ കമ്മിറ്റിക്കും ഒരറിവില്ല. ഇതെല്ലാം ഇങ്ങനെ എന്തെങ്കിലും ഒരു കോലാഹലം ഉണ്ടാക്കി അതിൻ്റെ ഭാഗമായി മുഹമ്മദ് റിയാസിനെ, മന്ത്രി പാർട്ടി നേതൃത്വത്തിൻ്റെ ഭാഗമായ മുഹമ്മദ് റിയാസിനെയും അതുവഴി പാർട്ടിയെയും ഗവൺമെന്റിനെയും എല്ലാം ഒന്ന് കരിവാരി തേക്കാം എന്നുദ്ദേശിക്കുന്ന കുറച്ച് മാധ്യമങ്ങളും അതുപോലെ രാഷ്ട്രീയ എതിരാളികളൊക്കെ ഉണ്ടാവും. അതൊന്നും നടക്കില്ല. മിഥില തുടരുന്നുണ്ട്. മിഥില, ഇതുമായി ബന്ധപ്പെട്ട് ഇനി കൂടുതൽ പ്രതികരണങ്ങളൊന്നും ഉണ്ടാകില്ല, പരാതിക്കാരടക്കം രംഗത്ത് വരില്ല എന്ന് തന്നെയാണോ CPM വിലയിരുത്തുന്നത്? തീർച്ചയായും വേണു, നമ്മൾ മാധ്യമപ്രവർത്തകരും ഈ പരാതിക്കാരെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. പലതവണ നമ്മൾ ഈ ഒരു പരാതി നൽകിയ ഈ ഡോക്ടേഴ്സിനെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്തെല്ലാം അവർ പറഞ്ഞത് ഞങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാനില്ല, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കൊന്നും പ്രതികരിക്കാനില്ല എന്ന ഒരു മറുപടി തന്നെയാണ് അവർ പറഞ്ഞത്. ഇത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ പി മോഹന്റെ വാക്കുകളും എടുക്കുകയാണെങ്കിൽ ഇനി മുന്നോട്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണത്തിന് സാധ്യത വളരെ കുറവാണ്. വേണു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു ആരോപണം അല്ലെങ്കിൽ ഈ ഒരു സംഭവം ഒതുക്കി തീർക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് പാർട്ടി തലത്തിൽ ഇപ്പോൾ നടക്കുന്നത്. അതുതന്നെയാണ് പി മോഹന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നതും. ശരി, PSC അംഗത്വവുമായി ബന്ധപ്പെട്ട കോഴ വിവാദത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് കോഴിക്കോട് ജില്ലാ നേതൃത്വം. പാർട്ടിയെയും സർക്കാരിനെയും റിയാസിനെയും കരിവാരിത്തേക്കാനുള്ള കോലാഹലം എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണ് പി മോഹനൻ ഈ വിവാദത്തെ.